നമസ്തേ. ശബരിമല തീർത്ഥാടകർക്കായി നിലയ്ക്കൽ മുതൽ പമ്പ വരെ സൗജന്യ വാഹന സൗകര്യം ഒരുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് സർക്കാർ. നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള റൂട്ടിൽ ബസ് സർവീസ് നടത്താനുള്ള അവകാശം KSRTCക്കാണെന്നാണ് സർക്കാരിന്റെ വാദം. കേരള സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നിലപാട് ആരും കാണാതെ പോകരുത്. തിരുപ്പതി ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ എല്ലാം അവിടെ വരുന്ന ഭക്തർക്ക് സൗജന്യമായാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് വാഹനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ നടത്തുന്നതോ തീർത്ഥാടകരെ പിഴിഞ്ഞുള്ള സർക്കാരിന്റെ കൊള്ളയും. ഇതിനെതിരെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ആ കേസ് തള്ളിയതിനാൽ സുപ്രീം കോടതിയെ അവർ സമീപിച്ചു. എന്നാൽ സുപ്രീം കോടതിയിൽ അവർ നൽകിയ സത്യവാങ്മൂലം തീർത്തും വാസ്തവ വിരുദ്ധവുമാണ്. അതിനെതിരെ ഹിന്ദുക്കളും ഭക്തജനങ്ങളും ഒന്നിക്കുക തന്നെ വേണം. ഈ വർഷം ജനുവരിയിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചത്. അതിനു പിന്നാലെ എതിർകക്ഷികളായ കേരള സർക്കാരിനും KSRTCക്കും കോടതി നോട്ടീസ് അയച്ചു. വിഷയം ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഇന്നലെ സർക്കാർ നിലപാട് വ്യക്തമാക്കി മറുപടി സത്യവാങ്മൂലം നൽകിയത്. KSRTCക്ക് അവകാശപ്പെട്ട റൂട്ടാണ് ഇതെന്നും 97 ഡിപ്പോകളിൽ നിന്നായി സീസൺ സമയത്ത് നിരവധി ബസ്സുകൾ ഇവിടേക്ക് എത്തിച്ച് പൂർണ്ണ സൗകര്യം തീർത്ഥാടകർക്ക് ഒരുക്കുന്നുണ്ട് എന്നും ബസ് ക്യാമ്പിൽ നിന്ന് മറ്റു വാഹനങ്ങൾ കടത്തിവിടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മേഖലയിലെ ട്രാഫിക് ജാം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് എന്നുമാണ് സർക്കാർ അതിൽ പറയുന്നത്. എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഭക്തരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. ട്രാഫിക് ജാം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഭക്തരിൽ കൂടുതൽ ആളുകൾ യാത്രയ്ക്കായി അവരുടെ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. പകുതിയിലേറെ ഭക്തരും യാത്രയ്ക്ക് അവരുടെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ പൊതുവാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് തന്നെയാണ്. അവർക്ക് കുത്തി നിറച്ചുകൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ഭക്തർക്ക് സൗജന്യ യാത്ര നടത്താൻ അനുവദിച്ചാൽ സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം കുറയുകയും അത് ട്രാഫിക് പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള അനുയോജ്യമായ നടപടികളാണ് സർക്കാർ എടുക്കേണ്ടത്. അല്ലാതെ അർത്ഥമില്ലാത്ത കുറെ ന്യായീകരണങ്ങൾ ഇങ്ങനെ നിരത്തുകയല്ല വേണ്ടത്. 20 ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ഭക്തർക്ക് സൗജന്യ യാത്രാ സർവീസ് നടത്തണമെന്ന ഹർജിയുടെ ആവശ്യം ഇപ്പോഴും സർക്കാരിന് മനസ്സിലാകാത്തതൊന്നും അല്ല. അത് ഭക്തരുടെ സുഗമമായ യാത്രയ്ക്ക് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഹർജി പൂർണ്ണമായും തള്ളണമെന്ന സർക്കാരിന്റെ ആവശ്യം ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതും അല്ല. റൂട്ടിൽ ബസ്സുകളുടെ എണ്ണം കുറവാണ് എന്നും ഭക്തർ തിക്കിത്തിരക്കിയാണ് ഓരോ ബസ്സിലും കയറുന്നതെന്നും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനു മറുപടിയായി തീർത്ഥാടകർക്കായി എല്ലാ സൗകര്യങ്ങളും KSRTC ഒരുക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ സർക്കാർ പറയുമ്പോൾ ഭക്തർ തിരക്കിൽ നിന്ന് തന്നെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് ഭക്തരെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ചെറിയൊരു ദൂരം യാത്ര ചെയ്യാൻ അമിത നിരക്ക് ഇങ്ങനെ ഇവർ ഈടാക്കുന്നത്. സുഗമമായി യാത്ര ചെയ്യുന്നതിന് പോലും കഴിയാതെ ഭക്തരെ കുത്തി നിറച്ചു കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ അമിത നിരക്ക് ഭക്തരിൽ നിന്ന് ഈടാക്കുന്നത് എന്നുകൂടി ഓർക്കേണ്ടതാണ്. 20 ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തണമെന്ന ഹർജിക്കാരുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്കീം അല്ലെന്ന് സർക്കാർ പറയുമ്പോൾ ഓർക്കുക, 41 ദിവസം കഠിന വ്രതമെടുത്ത അയ്യനെ കാണുന്നതിന് വരുന്ന ഭക്തനാണ് ഇവിടെ വലയുന്നത്. അയ്യപ്പന്മാരുടെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സർക്കാർ തിരുത്തലുകൾ വരുത്തിയേ മതിയാകൂ. അല്ലാത്ത പക്ഷം ഭക്തരുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടി തുടർന്ന് പൊരുതുക തന്നെ ചെയ്യും.